നമസ്കാരം. നമ്മൾ എന്നത്തെയും പോലെ ഒരു ആരോഗ്യ വിഷയം ചർച്ച ചെയ്ത ശേഷമാണ് നമ്മൾ അടുത്ത പടിയായ മെഡിറ്റേഷൻ ട്രെയിനിങ്ങിലേക്ക് എന്നും പോകാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വിഷയം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു, അല്ലേ? സന്ധിവാദം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്താണ് ചെയ്യാൻ സാധിക്കുക, അതുമല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആൻഡ് ഇറ്റ്സ് മാനേജ്മെൻറ്റ് ആൻഡ് ഡയറ്റ്, എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് സന്ധിവാദം, പ്രത്യേകിച്ച് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖം നിങ്ങൾക്ക് ഉണ്ടാകുന്നുവെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അതിന് ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട്. നമുക്ക് ഒരു റിക്വസ്റ്റ് വന്നത്, ഒരു വാട്സപ്പ് മെസ്സേജ് എനിക്ക് വന്നത്, ഐ ബിലീവ് ഇൻ നാച്ചുറോപ്പതി. ഞാൻ പേരോ ബാക്കി കാര്യങ്ങളോ ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഐ എം നോട്ട് റിവീലിംഗ് ദ ഫുൾ ഡീറ്റെയിൽസ് ഓഫ് ദ പേഴ്സൺ ഹു സെൻഡ് ഇറ്റ്, ബട്ട് ദിസ് ഈസ് ദ മെസ്സേജ് ദാറ്റ് ഹി സെൻഡ് ടു മീ. I believe in naturopathy. My mother, 71, is a patient of arthritis, sugar and asthma. She is having allopathic medicine as she needs quick recovery. She is weak and has less appetite. അപ്പോൾ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ അമ്മ 71 വയസ്സുള്ള അമ്മയ്ക്ക് ആർത്രൈറ്റിസ് ഉണ്ട്, ഷുഗറുണ്ട്, ആസ്മയുണ്ട്. അതേപോലെ തന്നെ അവർ ഇപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് റിക്കവറി കിട്ടാനായിട്ട്. പക്ഷേ ശരീരം വളരെ വീക്കായിരിക്കുന്നു, അതേപോലെ തന്നെ വിശപ്പും വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ 3 ഭാഗങ്ങളായി നമുക്ക് ഈ ചോദ്യത്തിന് വിഭജിക്കാം, അല്ലേ? ഒന്ന്, ഈ അമ്മയ്ക്ക് 71 വയസ്സുള്ള അമ്മയ്ക്ക് ആർത്രൈറ്റിസ് ഉണ്ട്, അതുമല്ലെങ്കിൽ സന്ധിവാതമുണ്ട്. 2, ആസ്തമ, അതേപോലെ തന്നെ ഷുഗർ അഥവാ ഡയബറ്റിസും ഉണ്ട്. അപ്പോൾ ഈ 3 പ്രശ്നങ്ങളും ദൈർഘ്യമേറി തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ ആർത്രൈറ്റിസിലേക്ക് തന്നെ ഒതുങ്ങുന്നു. ബാക്കിയുള്ള വിഷയങ്ങൾ നമുക്ക് പിന്നീട് ഒരു ദിവസം ചർച്ച ചെയ്യാം. Since you have asked 3 major things, like one is arthritis, then sugar as well as diabetes, we will limit to arthritis today and will discuss asthma and the other health issue, sugar or diabetes in the next episodes. Okay? അപ്പോൾ ആർത്രൈറ്റിസ് നമുക്ക് ഏവർക്കും പരിചിതമായ ഒരു പദമാണ്, അല്ലേ? ആർത്രൈറ്റിസ് എന്ന വാക്ക് നമുക്ക് ഏവർക്കും അറിയാം. അതായത് നമ്മളുടെ സന്ധികളിൽ ഉണ്ടാകുന്ന നീർക്കെട്ടും വേദനയും. ഇത് അനുഭവിക്കാത്ത ആളുകൾ, പ്രത്യേകിച്ച് ഒരു 50 വയസ്സിനെല്ലാം മുകളിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തന്നെ ഒരിക്കൽ എങ്കിലും ഈ ഒരു വേദന അനുഭവപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണ് ആർത്രൈറ്റിസ്? ആർത്രൈറ്റിസ് എന്ന പദം കൊണ്ട് എന്താണ് വിവക്ഷിക്കുന്നത്? നമുക്കറിയാം, നമ്മളുടെ സന്ധികൾ, ജോയിൻസ്, ഇത് എല്ലുകൾ, 2 എല്ലുകൾ കൂടിച്ചേരുന്ന ഭാഗങ്ങളിലാണ് ജോയിൻസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ എല്ലുകൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ എല്ലുകൾ ഒറ്റയ്ക്ക് ഇതേപോലെ തന്നെ നിൽക്കുകയാണെങ്കിൽ, 2 എല്ലുകൾ, കൈകളിലെ ഈ 2 എല്ലുകൾ, ഇവ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഘർഷണം സംഭവിക്കും, അല്ലേ? ഈ ഘർഷണം എന്താണ് ഉണ്ടാക്കുക? കടുത്ത വേദനയും അതേപോലെ തന്നെ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. അപ്പോൾ ഇതുണ്ടാകാതിരിക്കാൻ ശരീരത്തിൻ്റെ തന്നെ ഉള്ള ഒരു പരിശ്രമമുണ്ട്. അതുമല്ലെങ്കിൽ ശരീരം തന്നെ ഒരു രക്ഷാകവചം ഒരുക്കുന്നുണ്ട്. ഇതിനെയാണ് കാർട്ടിലേജ് എന്ന് പറയും. അതായത് നമ്മളൊരു സന്ധികളിലെ എല്ലുകൾ തമ്മിൽ കൂട്ടി ഉരയാതിരിക്കാൻ അവയ്ക്കിടയിലുള്ള ഒരു കുഷ്യൻ, ഇതാണ് കാർട്ടിലേജ്. അപ്പോൾ നമ്മളിന്ന് പലതരത്തിലുള്ള ആർത്രൈറ്റിസ് ഉണ്ട്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ട്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ട്, ഗൗട്ടി ആർത്രൈറ്റിസ് ഉണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്, യൂറിക് ആസിഡ് എല്ലാം കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ സോറിയാസിസ് രോഗികൾക്ക്, സ്കിൻ ഡിസീസ്, അല്ലേ, ത്വക്ക് രോഗമായ സോറിയാസിസ് ഉള്ളവർക്ക് സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാകാറുണ്ട്. പക്ഷേ നമ്മളിന്ന് ഓസ്റ്റിയോ ആർത്രൈറ്റിസും പിന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനും ഫലപ്രദമായ ചില മാർഗ്ഗങ്ങളാണ് നമ്മളിന്ന് ഒതുങ്ങി നിൽക്കുന്നത്. കാരണം ബാക്കിയുള്ള ഇവയ്ക്കെല്ലാം വ്യത്യസ്തമായ ഭക്ഷണ ക്രമീകരണങ്ങളും മറ്റും ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഓസ്റ്റിയോ ആർത്രൈറ്റിസിനും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനും വേണ്ട ഭക്ഷണം, അതേപോലെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുക. അപ്പോൾ ഈ സന്ധികൾക്കിടയിൽ ഞാൻ ഈ പറഞ്ഞ കാർട്ടിലേജ് ഉണ്ട്. ഈ കാർട്ടിലേജിന് ഉണ്ടാകുന്ന വെയർ ആൻഡ് ടയർ, അതുമല്ലെങ്കിൽ ഇവയ്ക്ക് ഘർഷണം സംഭവിച്ച് അതുമല്ലെങ്കിൽ ഇവയ്ക്കുണ്ടാകുന്ന ഡാമേജാണ് യഥാർത്ഥത്തിൽ ആർത്രൈറ്റിസ് എന്ന പദം കൊണ്ട് നമ്മൾ വിവക്ഷിക്കുന്നത്. അപ്പോൾ ആർത്രൈറ്റിസുമായി, അപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ കാർട്ടിലേജുകളുടെ തേയ്മാനമാണ്. അതുമല്ലെങ്കിൽ സന്ധികളിൽ ഉള്ള എല്ലുകൾക്കിടയിലുള്ള കാർട്ടിലേജുകളുടെ തേയ്മാനമാണ് നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ സാധാരണമായ ലക്ഷണങ്ങൾ, ഒന്ന്, നമുക്കറിയാവുന്നതുപോലെ തന്നെ അത് ഏത് ഭാഗത്താണ്, അത് ഏത് ജോയിൻറ്റിലും ഉണ്ടാകാം. പ്രത്യേകിച്ച് കാൽമുട്ടുകളിൽ, അതുപോലെ തന്നെ കൈകളിൽ, അതേപോലെ ഹിപ്പ് ജോയിൻറ്റിൽ, എവിടെ വേണമെങ്കിലും ഉണ്ടാകാം.
എവിടെയാണെങ്കിലും ഇത് കടുത്ത വേദനയ്ക്ക് പലപ്പോഴും കാരണമാകുന്നു. അതേപോലെ തന്നെ സന്ധികളിൽ നീർക്കെട്ടിന് ഇത് കാരണമാകുന്നു. അതേപോലെ തന്നെ സന്ധികളുടെ റേഞ്ച് ഓഫ് മോഷൻ ഇവ വേണ്ട രീതിയിൽ ചലിപ്പിക്കാൻ കഴിയായിക, അതേപോലെ അതിരാവിലെ ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയും, അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ കൈകാലുകളും മറ്റും വേണ്ട രീതിയിൽ നിവർത്താനായിട്ട് സാധിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും. അതേപോലെ തന്നെ ഈ ജോയിൻറ്റ്സ് കുറച്ചെല്ലാം അഫക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ജോയിൻറ്റുകൾക്കുള്ളിൽ നമ്മൾ നടക്കുകയോ അതുമല്ലെങ്കിൽ ഈ വേദനയുള്ള കൈകാലുകൾ ചലിപ്പിക്കുകയും മറ്റും ചെയ്യുമ്പോൾ ഈ ഭാഗങ്ങളിൽ നേരിയ ഘർഷണം, അതുമല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ കരകര എന്നുള്ള ഒരു സൗണ്ടെല്ലാം നമുക്ക് ചിലപ്പോൾ തോന്നും. അപ്പോൾ ഇങ്ങനെ പല ലക്ഷണങ്ങളും ഓസ്റ്റിയോ ആർത്രൈറ്റിസിനുണ്ട്. അപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നീർക്കെട്ടുണ്ടാക്കാം, വേദനയുണ്ടാക്കാം. ഇതിന് ഫലപ്രദമായ പരമ്പരാഗത ചികിത്സകളുമുണ്ട്. ഉദാഹരണത്തിന് ഇതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഹോട്ട് പാക്കുകൾ, ഇളം ചൂടോടുകൂടിയുള്ള പല ചികിത്സകൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ അക്യുപഞ്ചർ, ചൈനീസ് ചികിത്സാ രീതിയായ അക്യുപഞ്ചർ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ വേദന കുറയ്ക്കാനായിട്ട് വളരെ ഫലവത്താണ് എന്ന് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇത് സ്ട്രെസ്സുമായും ഇതിന് വലിയ ബന്ധമുണ്ട്, ജീവിത സംഘർഷങ്ങളുമായും. അതുകൊണ്ട് തന്നെ യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. മാത്രമല്ല ഈ ജോയിൻറ്റുകൾ കൂടുതൽ ഡാമേജിലേക്ക് പോവാതിരിക്കാൻ യോഗ പോലെയുള്ള അഭ്യാസങ്ങൾ ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ് എന്നും പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് ഇനി ഭക്ഷണക്രമം, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്നത്തെ വിഷയം. ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് എന്തെല്ലാം ഭക്ഷണങ്ങളാണ് കൂടുതൽ ഗുണപ്രദമായി കാണുക? യെസ്, കുറേ കൂട്ടുകാരെത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. സൂരജ്, ലക്ഷ്മി എല്ലാവരും എത്തിയിട്ടുണ്ട്. നമസ്കാരം. അപ്പോൾ so I will just translate what I said up to now in English. Today we are discussing arthritis, as you know, and arthritis is a condition that affects our joints. And you know, the joints are made of bones, right? And when two bones join together, suppose if they are left free, what will happen? They will rub each other and it can create immense pain, right? But the body has provided its own mechanism to manage this. For this, there is something called cartilage. This cartilage is a cushion that is found in between the bones of the joints. So this cartilage prevents this friction between the two bones, and it is very much essential for the joint health. By osteoarthritis, we mean the damage of this cartilage. This can happen due to many reasons, maybe due to old age, maybe due to some other injuries that has happened previously to the bone. So there are so many issues that can lead to osteoarthritis, and elderly age is one of the main factors, and osteoarthritis is also found more in women. So these things we have to keep in mind. And what are the symptoms and signs of osteoarthritis? First thing is the pain, and there can be swelling in the joints, and there can be early morning stiffness, especially if you try to get up in the morning. You will feel very difficult to move your hands or whichever joint which is affected, it will be very difficult to move. അപ്പോൾ ഇതിനൊരു and these are some of the symptoms and signs. And also you can hear some sounds like grating sounds you can hear inside your joint. And when you try to move, you can feel this uneasiness in the joints. These are quite common symptoms of osteoarthritis. And coming to the treatments, in traditional treatments, there are many options that you can try, especially hot packs and hot water packs. This can be applied to the affected region. And if the pain is really chronic and it is persistent for a very long time, and if it is very severe, acupuncture and that sort of natural treatments can definitely help you. And in order to ensure the proper movement of the joints, you can practice yoga, and that sort of limited exercises you can practice, and this will definitely help in managing osteoarthritis. And now let us go to the diet section, like which all things can be consumed and which all things should be avoided in case you are having osteoarthritis. അപ്പോൾ osteoarthritis ഉള്ള ആളുകൾ, നിങ്ങൾക്ക് സന്ധിവാതമുണ്ടെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഇത് ആദ്യമൊന്ന് പറയാം. അതിനുശേഷം നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളിലേക്ക് വരാം. അപ്പോൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളിൽ പ്രധാനമായും നമ്മൾ ഇതിനു മുന്നുള്ള പല ടോക്കുകളിലും വന്ന ഒരു വില്ലനുണ്ട്, ട്രാൻസ് ഫാറ്റി ആസിഡ്സ്, അല്ലേ? അതായത് ഇന്ന് കാണുന്ന പല ജങ്ക് ഫുഡുകളിലും പല ഈ ഉത്തരാധുനികമായ
പല ഭക്ഷണ പദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്ന ട്രാൻസ് ഫാറ്റ്സ്. ഈ ട്രാൻസ് ഫാറ്റ്സ് കേവലം ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് മാത്രമല്ല, നമ്മളുടെ ശരീരത്തിലെ ഇൻഫ്ലമേറ്ററി പ്രോസസ്സ്, അതുമല്ലെങ്കിൽ ഈ ജോയിൻറ്റുകളിലെ നീർക്കെട്ടും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അടക്കമുള്ള റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അടക്കമുള്ള രോഗങ്ങളുടെ ലക്ഷണങ്ങളെ കൂടുതൽ ശക്തമാക്കാനും ഇത് കാരണമാകുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് ട്രാൻസ് ഫാറ്റ്സ് ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ വളരെ ചൂടിൽ തയ്യാറാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇത് ചില പ്രത്യേക രാസമാറ്റങ്ങൾ ഭക്ഷണങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ എന്താണ് പറയേണ്ടത്, ഇത് അഡ്വാൻസ് ഗ്ലൈക്കേറ്റിംഗ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ ഉള്ള ഈ വസ്തുക്കൾ, ഇതെന്താണ്? ഈ വസ്തുക്കൾ നമ്മളുടെ ശരീരത്തിൽ വളരെ ചൂടിൽ, പ്രത്യേകിച്ച് ഗ്രില്ല് ചെയ്തും അതേപോലെ തന്നെ ഓവനിലിട്ടുമെല്ലാം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, ഇത് ഈ രീതിയിലുള്ള രാസമാറ്റം നമ്മളുടെ ഭക്ഷണങ്ങളിൽ ഉണ്ടാക്കുകയും അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സാധനങ്ങൾ നമ്മളുടെ ശരീരത്തിലെത്തുമ്പോൾ ഇവയെ മാനേജ് ചെയ്യാനായിട്ട് നമ്മളുടെ ശരീരത്തിൽ ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൂട്ടുന്ന സൈറ്റോകൈൻസ് എന്ന് പറയുന്ന പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകാനും ഇത് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വലിയ ചൂടിൽ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ ദയവ് ചെയ്ത് ഒഴിവാക്കുക. അതേപോലെ തന്നെയാണ് അമിതമായിട്ടുള്ള ഉപ്പും പഞ്ചസാരയും. ഉപ്പ് നമുക്കറിയാം, ഇത് നീർക്കെട്ട്, ശരീരത്തിലെ നീർക്കെട്ട് കൂട്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സന്ധികളിലെ നീർക്കെട്ടും മറ്റുമുള്ളവർ തീർച്ചയായിട്ടും അമിതമായിട്ടുള്ള ഉപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. അതേപോലെ തന്നെയാണ് പഞ്ചസാരയും ഈ പറഞ്ഞ പോലെ തന്നെ അധികമായി കഴിഞ്ഞാൽ ഇതും ഇൻഫ്ലമേറ്ററി പ്രോസസ്സിനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ദയവ് ചെയ്ത് അമിതമായിട്ടുള്ള പഞ്ചസാരയും ഒഴിവാക്കുക. പിന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, പലരും പാല് നല്ലതാണ്, ഇത് സമീകൃത ആഹാരമാണ് എന്നെല്ലാം പറയുമെങ്കിലും ചില ഓസ്റ്റിയോ ആർത്രൈറ്റിസ് രോഗികളിലെങ്കിലും പാല് അത്ര ഗുണമല്ലാതെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ അതുമല്ലെങ്കിൽ ആർത്രൈറ്റിസിൻ്റെ വേദന ഈ എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിച്ചാൽ കൂടുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഡയറി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നന്നായിരിക്കും. അതിനനുസരിച്ച് മാത്രം പാലും പാലുൽപ്പന്നങ്ങളും നിങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കുന്നില്ല, നിങ്ങളുടെ ലക്ഷണങ്ങളെ അധികരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. So we were discussing which all foodstuffs should be avoided. Mainly you should avoid all foods which contain trans fats, that is all the junk foods and the modern type of foodstuffs which are available, that should be avoided because it is scientifically proven that this sort of trans fatty acids which is present in the foods, they can damage the joints and they can aggravate the inflammatory process. And also try to avoid foods which are cooked in very high temperature, especially grilled and oven food, because this can lead to some chemical reactions in the body which can in turn increase the cytokines which are part of the inflammatory process in the body. And so we should avoid foods that are cooked in very high temperature. And also try to avoid excess salt and sugar. And there is one small hiccup when we think about the dairy products, especially though it is found that milk is high in milk and milk products are high in vitamin D, which is good for bones. It is found that some osteoarthritic patients do not respond well to milk and milk products. So you have to see whether the particular patient is having any allergies to the milk and milk products. If milk and milk products are aggravating any of the symptoms of the osteoarthritis or arthritic conditions, try to avoid milk and milk products. ഇനി നമ്മൾ ഗുഡ് ഈവനിങ് മായ. അപ്പോൾ ഇനി നമ്മൾ എന്തെല്ലാമാണ് കഴിക്കേണ്ടത് എന്നുള്ളതിലേക്ക് നമുക്കൊന്ന് വരാം. സോ വാട്ട് ഓൾ ഫുഡ് വി ഷുഡ് കൺസ്യൂം വെൻ വി ഹാവ് ഓസ്റ്റിയോആർത്രൈറ്റിസ്. ഇതിൽ പ്രധാനമായും സ്പൈസസ് എന്നുള്ളത് ഒന്ന് മനസ്സിലോർക്കുക. നമ്മൾ സാധാരണമായി നമ്മളുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സാധാരണമായ സ്പൈസസ് എന്തൊക്കെയാണ്? ഇതെല്ലാം തന്നെ ഇതിന് ഗുണകരമായിട്ടാണ് കാണുന്നത്. ഉദാഹരണത്തിന് സിന്നമോൺ അല്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസം ഗൗട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോഴും നമ്മൾ പറയുകയുണ്ടായി. സിന്നമോണിൽ ഈ സിന്നമിക് ആസിഡ് അതുപോലെ തന്നെ സിമാൽഡിഹൈഡ് എന്ന് പറയുന്ന 2 ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങൾക്ക് ഓസ്റ്റിയോആർത്രൈറ്റിസ് അതുപോലെ തന്നെ ആർത്രൈറ്റിസ് ഉണ്ടാക്കുന്ന പല ഘടകങ്ങളെയും തടഞ്ഞു നിർത്താനുള്ള കഴിവുണ്ട് എന്നുള്ളത് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് വെളുത്തുള്ളിയിലെ ചില ഘടകങ്ങളും ഈ ആർത്രൈറ്റിക് കണ്ടീഷൻസിനെ തടഞ്ഞു നിർത്താൻ വളരെ ഗുണപ്രദമാണ് എന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക്
ഇഞ്ചിയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും ഇഞ്ചിയിലെ ഘടകങ്ങൾക്കും പ്രത്യേകിച്ച് ഓസ്റ്റിയോ ആർത്രൈറ്റിസുമായി ബന്ധപ്പെട്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനെ അതുമല്ലെങ്കിൽ നീർക്കെട്ടടക്കമുള്ള പ്രശ്നങ്ങളെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ തടയിടാനായിട്ട് കഴിയുമെന്ന് പഠനങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റ് ചില സാധനങ്ങളാണ്. ഉദാഹരണത്തിന് ഈ കായനെ പെപ്പർ എന്ന് പറയും. അത് നമ്മളുടെ നാട്ടിലൊന്നും അത്ര ഇതല്ലെങ്കിലും അതിലെ കാപ്സാസിനോയിഡ് എന്ന് പറയുന്ന ഘടകം ഇത് ഒരു നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതേപോലെ തന്നെ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസുമായി ബന്ധപ്പെട്ട വേദനകളെയെല്ലാം കുറയ്ക്കാനായിട്ട് ഫലപ്രദമായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മളുടെ നാട്ടിലെല്ലാം കാണുന്ന ഞാവൽപ്പഴമടക്കമുള്ള പഴങ്ങൾ, ചെറീസ്, ഇത് ബെറീസ്, ബ്ലാക്ക്ബെറി ആകട്ടെ അതുപോലെ തന്നെ ബ്ലൂബെറി, ഇങ്ങനെയുള്ള ബെറിപ്പഴങ്ങൾ, ഈ ബെറിപ്പഴങ്ങൾ ഇന്നിപ്പോൾ നമ്മളുടെ ഇന്ത്യയിലും വളരെ സുലഭമായിട്ട് പലയിടങ്ങളിലും ലഭ്യമാണ്. അപ്പോൾ ഈ ബെറി നന്നായിട്ട് കഴിക്കുന്നതും ഓസ്റ്റിയോ ആർത്രൈറ്റിസും അതുപോലെ ആർത്രൈറ്റിക് കണ്ടീഷൻസിന് പ്രത്യേകിച്ച് ഗൗട്ടൊക്കെ ഉള്ളവർക്കും ഇത് ഗുണകരമായിട്ടാണ് കാണുന്നത്. അതേപോലെ ചെറിപ്പഴങ്ങൾ, ചെറിയും ഇതിലും അടങ്ങിയിരിക്കുന്ന ചില ഘടകങ്ങൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് ഗുണകരമാണ് എന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ പലപ്പോഴും ഈ നോൺ വെജിറ്റേറിയൻ കഴിക്കാമോ എന്നുള്ളത് പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. ഇതിൽ മത്സ്യങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം. അത് തന്നെ ഫാറ്റി ഫിഷ് എന്ന് പറയും. അതുമല്ലെങ്കിൽ നമ്മൾ സാധാരണമായി കഴിക്കുന്ന അയില, മത്തി, ഇങ്ങനെയുള്ള മത്സ്യങ്ങൾ, ട്യൂണ, ഇവയിലെല്ലാം തന്നെ ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് നമുക്കറിയാം. ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ്. അപ്പോൾ ഈ ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് ഉള്ള ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ഫാറ്റി ഫിഷുകൾ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും നന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുമാതിരിപ്പെട്ട നമ്മൾ സാധാരണമായി കഴിക്കുന്ന, അതേപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ബ്രക്കാളി, അതുപോലെ സ്പിനാച്ച്, പച്ചച്ചീര, അല്ലേ, ഇതെല്ലാം തന്നെ പച്ചച്ചീരയിൽ കാംഫറോൾ എന്ന ഘടകം, അതുപോലെ തന്നെ ഈ നമ്മളുടെ ഇതിനു മുന്നേ ചർച്ച ചെയ്ത ബ്രക്കാളിയിൽ നമുക്കറിയാം അതിലുമുള്ള സൾഫറാഫൈൻ എന്ന ഘടകം, ഇതെല്ലാം തന്നെ നല്ല ആൻറ്റി ഓക്സിഡൻറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഇവ ജോയിൻറ്റുകൾക്കുണ്ടാകുന്ന ഡാമേജിനെ തടയിടാനും വളരെ ഫലപ്രദമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. എങ്കിൽ തന്നെ ഇനി എന്തെങ്കിലും ഭക്ഷണങ്ങളെക്കുറിച്ച് ഇത് കഴിക്കാമോ, ഇത് ഒഴിവാക്കേണ്ടതുണ്ടോ എന്ന സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഞാൻ കൂടുതൽ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും തരുന്നതാണ്. അപ്പോൾ ഭക്ഷണത്തിൽ ആരോഗ്യകരമായ ഭക്ഷണം, സാധാരണഗതിയിൽ നമ്മൾ കഴിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഒമേഗ-3 ഫാറ്റി ആസിഡ് നന്നായിട്ടുള്ള, അതേപോലെ ഒലീവ് ഓയിൽ, അപ്പോൾ ഇങ്ങനെയുള്ള ഓയിലുകൾ, ഇതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒമേഗ-3 ഫാറ്റി ആസിഡ് ശരീരത്തിന് കൂടുതലായി ലഭിക്കാനും ഇതുവഴി ഓസ്റ്റിയോ ആർത്രൈറ്റിസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറേയെല്ലാം തടയിടാനും തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. അതുപോലെ മുന്തിരിയും നല്ലൊരു ഓപ്ഷനാണ്. മുന്തിരിയിലും ചില ഘടകങ്ങളുണ്ട് എന്ന് പഠനങ്ങൾ തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ധാരാളം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും, പ്രത്യേകിച്ച് സ്പിനാച്ച്, അതുപോലെ ബ്രക്കാളി, ഇങ്ങനെയുള്ള പച്ചക്കറികളും അതുപോലെ സ്പൈസസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭക്ഷണക്രമം നിങ്ങൾ പിന്തുടരുക. തീർച്ചയായിട്ടും ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ഇവയെല്ലാം നമുക്ക് തടയിടാനായിട്ട് സാധിക്കും. So we were discussing about the diet that we should follow if you are having osteoarthritis. Mainly, you can add some spices and condiments that we use usually. Cinnamon, for example, cinnamon is having cinnamic acid, which is a good antioxidant, and you can use garlic, ginger, then cayenne pepper. These sort of things can be added into the food. So spices are generally good to prevent the symptoms, or they are good to improve the symptoms of osteoarthritis. And also you should include more of fruits, especially grapes, cherries, berries. These sort of fruits can be included in the food. And these fruits contain rich antioxidants which will fight the cytokines, which are part of the inflammatory process in the body. And also this will protect the health of the joints. And in vegetables, try to include spinach, which is of course part of many of the North Indian dishes. And spinach you can take, then broccoli. These sort of vegetables are also found to be really good. And grapes are also scientifically proven to reduce the inflammatory process in osteoarthritic patients. So these are the general guidelines that we should follow if you are having osteoarthritis. And in case if you are having further doubts regarding one food, and whole grains, of course whole grains can be included. Whole grains, they are very rich in antioxidants, and so whole grains also can be consumed. So if you are having
Any further doubts regarding any of the footsteps that we have to take if you are having osteoarthritis, please do message me. Otherwise, you can call me and we can discuss it further. Okay. And the time has already reached 5:20 and 5:20. Sorry, 5:35. So we have to move to meditation practice now. Let us go to the meditation practice. ഇപ്പോൾ എല്ലാവരും ഒരു നിമിഷം കണ്ണുകളടച്ച് നട്ടെല്ലും ശിരസും നിവർത്തി വച്ച് sit straight, spine straight, head straight. Get ready for meditation. Keep your eyes closed. മനസ്സിൽ ശ്വസനത്തിൻ്റെ ഗതിവിഗതികൾ വീക്ഷിക്കുക. Observe your breathing in your mind. Feel the flow of breath. ശ്വസനത്തിൻ്റെ ഗതിവിഗതികൾ വീക്ഷിക്കുക. Now let us go for the step ladder breathing. First, step ladder breathing, inhalation in step ladder pattern and followed by normal exhalation, then normal inhalation followed by step ladder exhalation, and after that both inhalation and exhalation in step ladder pattern. Let us start. In, hold, in, hold, in, hold, in, hold. Exhale. In, hold, in, hold, in, hold, in, hold. Exhale. In, hold, in, hold, in, hold, in, hold. Exhale. In, hold, in, hold, in, hold, in, hold. Exhale. In, hold, in, hold, in, hold, in, hold. Exhale. Now, normal inhalation followed by step ladder exhalation. Inhale. Yes, hold, yes, hold, yes, hold, yes, hold. Inhale. Yes, hold, yes, hold, yes, hold, yes, hold. Inhale. Yes, hold, yes, hold, yes, hold, yes, hold. Inhale. Yes, hold,
Yes, hold. Yes, hold. Yes, hold. Now, both inhalation and exhalation in step ladder pattern. Let us start. In, hold, in, hold, in, hold, in, hold. Yes, hold, yes, hold, yes, hold, yes, hold. In, hold, in, hold, in, hold, in, hold. Yes, hold, yes, hold, yes, hold, yes, hold. In, hold, in, hold, in, hold, in, hold. Yes, hold, yes, hold, yes, hold, yes, hold. Now, bring the breathing back to normal stage. സാധാരണ സ്ഥിതിയിലേക്ക് ശ്വസനം കൊണ്ടുവരിക. മനസ്സിനും ശരീരത്തിനും കൈവന്നിരിക്കുന്ന സുഖകരങ്ങളായ മാറ്റങ്ങൾ അനുഭവിച്ചറിയുക. Feel the beautiful relaxation all over the body and mind following the step ladder breathing. Keep a beautiful smile on your face. മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി വിരിയട്ടെ. The breathing rate is calm down. ശ്വസനഗതി വളരെ വളരെ ശാന്തമായിരിക്കും. Now we will go for the next practice, that is the abdominal breathing. For this, keep the right palm over your abdomen, the left palm over the chest. Sit straight, eyes closed. Now let us equalize both inhalation and exhalation in abdominal breathing. Let us start. In, 2, 3, 4. Yes, 2, 3, 4. 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 Now, slowly keep both the palms over the chest. രണ്ടു കരങ്ങളും നെഞ്ചിന് മുകളിൽ വെച്ച് chest breathing. Feel the expansion and contraction of the chest muscles as you breathe in and out. Try to equalize the breaths, that is inhalation and exhalation in equal amounts. Let us start. In, 2, 3, 4. Yes, 2, 3, 4. 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 Now, keep both the palms over the shoulders. Let us go for the shoulder breathing. Equalize breathing. Feel the up and down movements of your shoulders with breathing. In, 2, 3, 4. Yes,
2, 3, 4. In, 2, 3, 4. Yeah, 2, 3, 4. In, 2, 3, 4. Yeah, 2, 3, 4. Slowly. Keep the palms down, one palm over the other palm. Let us go for the full yogic breathing in equalization mode. Try to equalize both inhalation and exhalation in full yogic breathing. Purna Yogika Shosanam. Idhe reethiyil. Visualize the changes happening to the abdomen, the chest and the shoulders as you breathe in and breathe out. Let us start. In, 2, 3, 4. Yeah, 2, 3, 4. 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 Slowly bring the breathing back to normal stage. സാധാരണ സ്ഥിതിയിലേക്ക് ശ്വസനം കൊണ്ടുവരിക. മനസ്സിലും ശരീരത്തിലും കൈവന്നിരിക്കുന്ന സുഖകരങ്ങളായ മാറ്റങ്ങൾ അനുഭവിച്ചറിയുക. Bring the breathing back to normal stage. Feel the beautiful relaxation all over the body and mind. Now, let us go for the extension of breathing. In this, the count will be in, 2, 3, 4, x, 2, 3, 4. Then we will increase one by one, like in, 2, 3, 4, 5, x, 2, 3, 4, 5, in, 2, 3, 4, 5, 6, x, 2, 3, 4, 5, 6. ഈ രീതിയിൽ കൂട്ടി 8 വരെ, up to 8 we will come. Then we will come down in the descending order. Let us go for extension of breathing. Abdominal breath. Keep the right palm over your abdomen, left palm over the chest. Now, let us start. In, 2, 3, 4. Yeah, 2, 3, 4. In, 2, 3, 4, 5. Yeah, 2, 3, 4, 5. In, 2, 3, 4, 5, 6. Yeah, 2, 3, 4, 5, 6. In, 2, 3, 4, 5, 6, 7. Yeah, 2, 3, 4, 5, 6, 7. In, 2, 3, 4, 5, 6, 7, 8. X, 2, 3, 4, 5, 6, 7, 8. The descending order. In, 2, 3, 4, 5, 6, 7. X, 2, 3, 4,
5, 6, 7. In, 2, 3, 4, 5, 6. X, 2, 3, 4, 5, 6. In, 2, 3, 4, 5. X, 2, 3, 4, 5. In, 2, 3, 4. X, 2, 3, 4. Slowly. Keep the palms down. One palm over the other palm. Bring the breathing back to normal state. ശ്വസനം സാധാരണഗതിയിലാക്കി നാം ചെയ്ത ഇക്വലൈസേഷൻ ബ്രീത്തിങ് മനസ്സിനും ശരീരത്തിനും വരുത്തിയിരിക്കുന്ന സുഖകരങ്ങളായ മാറ്റങ്ങൾ അനുഭവിച്ചറിയുക. ഫീൽ the beautiful flow of relaxation all over the body and mind. Now, let us practice the full yogic breathing with extended inhalation and exhalation. ഇപ്പോൾ നാം ഉദരശ്വസനം ചെയ്ത പോലെ തന്നെ ഫുൾ യോഗിക് ബ്രീത്തിങ്, പൂർണ്ണ യോഗിക ശ്വസനം ഇതേ രീതിയിൽ അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡറിൽ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. കൈപ്പത്തികൾ ഒന്നിന് മുകളിൽ മറ്റൊന്നായി വച്ച് നട്ടലും ശിരസ് നിവർത്തിയിരിക്കുക. കീപ് വൺ പാം ഓവർ ദ അതർ പാം. Now visualize the changes happening to your abdomen, the chest and the shoulders as you breathe in, as you breathe out. Visualize them coming down. Let us start. In, 2, 3, 4. In, 2, 3, 4. In, 2, 3, 4, 5. Yeah, 2, 3, 4, 5. In, 2, 3, 4, 5, 6. Yeah, 2, 3, 4, 5, 6. In, 2, 3, 4, 5, 6, 7. Yes, 2, 3, 4, 5, 6, 7. In, 2, 3, 4, 5, 6, 7, 8. Yes, 2, 3, 4, 5, 6, 7, 8. In, 2, 3, 4, 5, 6, 7. Yes, 2, 3, 4, 5, 6, 7. In, 2, 3, 4, 5, 6. Yes, 2, 3, 4, 5, 6. In, 2, 3, 4, 5. Yes, 2, 3, 4, 5. In, 2, 3, 4. Yes, 2, 3, 4. Slowly bring the breathing back to normal state. ശ്വസനം സാധാരണ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. മനസ്സിനും ശരീരത്തിനും കൈവന്നിരിക്കുന്ന സുഖകരമായ വിശ്രമാവസ്ഥ അനുഭവിച്ചറിയുക. Visualize the beautiful changes happening to the body and mind following the breathing. Keep a beautiful smile on your face.
Now, slowly visualize your heartbeat in your mind. ഹൃദയമിടിപ്പ് മനസ്സിൽ ശ്രദ്ധിക്കാനായി ശ്രമിക്കുക. Try to synchronize 4 beats with one inhalation and the next 4 beats with the exhalation. ഉള്ളിലേക്കെടുക്കുന്ന ശ്വാസം 4 മിടിപ്പിന് തുല്യമാക്കുക. പുറത്തേക്ക് വിടുന്ന ശ്വാസം 4 മിടിപ്പിന് തുല്യമാക്കുക. ഒബ്സർവ് യുവർസെൽഫ്. മനസ്സിൽ ഹൃദയമിടിപ്പ് വീക്ഷിച്ചുകൊണ്ട് അഭ്യാസം തുടരുക. As you go on with the practice, you can feel a light heaviness on your chest region. ഇടതുവശത്ത് നെഞ്ചിന്റെ ഭാഗത്ത് ഒരു നേരിയ ഘനം അനുഭവപ്പെടുന്നു. പക്ഷേ അഭ്യാസ ഘനം മെല്ലെ മെല്ലെ അപ്രത്യക്ഷമാകുന്നു. As you go on with the practice, you can feel the heaviness slowly coming down. Now, catch hold of your right pulse, the pulse in the right hand with your left fingers. ഇടത് കൈയിലെ വിരലുകൾ കൊണ്ട് വലത് കൈയിലെ പൾസ് നാഡി അറിയാൻ ശ്രമിക്കുക. ഡോണ്ട് പ്രസ് ഇറ്റ് ടു ഹാർഡ്. വളരെ ശക്തിയായി അമർത്തേണ്ട കാര്യമില്ല. ലളിതമായി ഈ ഒരു നാഡിമിടിപ്പ് അറിയാൻ മാത്രം പാകത്തിന് വിരലുകൾ പ്രതിഷ്ഠിക്കുക. Now, synchronize the pulse rate with your breathing. 4 beats of your pulse is 1 inhalation and 4 beats of your pulse is 1 exhalation. Let us start. മനസ്സിൽ നാഡിമിടിപ്പും ശ്വസനവും തമ്മിൽ താളാത്മകമായ ഒരു കൂടിച്ചേരൽ നടത്തുന്നത് അനുഭവിച്ചറിയുക. Feel the synchronization of breathing. 4 inhalation and 4 exhalation is equal to 4 beats of pulse. As you go on with the practice, you can feel the pulse rate calming down. നിങ്ങളുടെ നാഡിമിടിപ്പ് ശാന്തമാകുന്നത് അനുഭവിച്ചറിയുക. ശ്വസനഗതിയും ശാന്തമാകുന്നു. Even if the breathing rate is calming down, even if the pulse rate is calming down, try to synchronize. Now, slowly keep the palms down, one palm over the other palm. Sit straight. കൈകൾ സാധാരണ സ്ഥിതിയിലേക്ക് കൊണ്ടുവന്ന് ഒരു കൈപ്പത്തിക്ക് മുകളിലായി മറു കൈപ്പത്തി പ്രതിഷ്ഠിച്ച് നിശ്ചലരായി നിശബ്ദരായി നിലകൊള്ളുക. Let the breathing rate calm down. Feel the beautiful flow of relaxation all over the body and mind. Now, slowly open your eyes. കണ്ണുകളൊന്ന് തുറക്കുക. യെസ് മുനീർ തന്ന അഭിപ്രായം നല്ലതാണ്. Bring them on camera. Okay, Mr. Munir, who has come on live, has opined that we should all come on camera
for the practice. It is a good suggestion. Maybe after, as I told you, maybe after this week, I will be forming a group of advanced practitioners. So at that time, we may go to Zoom or in such a video conferencing apps we may use, and we can see each other, and any abnormalities or any mistakes in practice, I can rectify that way. That we will plan it later. Thank you for the suggestion. എന്തായാലും തന്ന സജഷന് നന്ദി മിസ്റ്റർ മുനീർ. അപ്പോൾ now we are going to learn a new technique. Here, up to now, we equalize the breathing, both inhalations and exhalations. Now we are going to the next stage. We are going to double our exhalation. For example, if the inhalation will be remaining 4 counts, in, 2, 3, 4. But exhalation, I will be increasing by each count, x, 2, 3, 4, 5. In the second stage, x, 2, 3, 4, 5, 6. We will go up to 8, then come down. Okay? So let us practice the abdominal breathing with extended exhalation. That is 4:4, 4:5, 4:6, 4:7, 4:8. Then the descending order, 4:7, 4:6, that way. Okay? Let us practice now. Keep the right palm over the abdomen, left palm over the chest. Now, extended exhalation. Let us start. In, 2, 3, 4. Yes, 2, 3, 4. In, 2, 3, 4. Yes, 2, 3, 4, 5. In, 2, 3, 4. Yes, 2, 3, 4, 5, 6. In, 2, 3, 4. Yes, 2, 3, 4, 5, 6. In, 2, 3, 4. Yes, 2, 3, 4, 5, 6, 7. In, 2, 3, 4. Yes, 2, 3, 4, 5, 6, 7, 8. Descending order. In, 2, 3, 4. Yes, 2, 3, 4, 5, 6, 7. In, 2, 3, 4. Yes, 2, 3, 4, 5, 6. In, 2, 3, 4. Yes, 2, 3, 4, 5. In, 2, 3, 4. Yes, 2, 3, 4. Slowly bring the hands down. രണ്ട് കൈകളും താഴേക്ക് കൊണ്ടുവരിക. ഒരു കൈപ്പത്തിക്ക് മുകളിലായി മറു കൈപ്പത്തി പ്രദക്ഷിച്ച് കണ്ണുകളടച്ച് ശാന്തരായി നിലകൊള്ളുക. Feel the beautiful flow of relaxation all over the body and mind following the extended exhalation technique. നാം ചെയ്ത അഭ്യാസം ശരീരത്തിലും മനസ്സിലും വരുത്തുന്ന സുഖകരങ്ങളായ മാറ്റങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിലകൊള്ളുക. Now, let us go for the full yogic breathing with extended exhalation. Try to visualize the changes happening to the abdomen, the chest, as well as the shoulders while you breathe in and out.
the exhalation will be in the ascending and descending order as we just practice the abdominal breathing. Let us start now. In, 2, 3, 4. Yes, 2, 3, 4. In, 2, 3, 4. Yes, 2, 3, 4, 5. In, 2, 3, 4. Yes, 2, 3, 4, 5, 6. In, 2, 3, 4. Yes, 2, 3, 4, 5, 6, 7. In, 2, 3, 4. Yes, 2, 3, 4, 5, 6, 7, 8. Now the descending order. In, 2, 3, 4. Yes, 2, 3, 4, 5, 6, 7. In, 2, 3, 4. Yes, 2, 3, 4, 5, 6, 7. In, 2, 3, 4. Yes, 2, 3, 4, 5, 6. In, 2, 3, 4. Yes, 2, 3, 4, 5. In, 2, 3, 4. Yes, 2, 3, 4. Slowly keep the palms down, one palm over the other palm. Feel the beautiful relaxation all over the body and mind following the extended exhalation. Keep a beautiful smile on your face. Feel the flow of relaxation all over the body and mind following the extended exhalation, the full yogic breathing. പൂർണ്ണ യോഗിക ശ്വസനം എക്സ്റ്റെൻഡഡ് ബ്രീത്തിങ് പാറ്റേണിൽ ചെയ്തതിനെ തുടർന്ന് മനസ്സിനും ശരീരത്തിനും കൈവന്നിരിക്കുന്ന സുഖകരങ്ങളായ മാറ്റങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ച് ധ്യാന നിമഗ്നരായി നിലകൊള്ളുക. എൻജോയ് ദ സ്റ്റേറ്റ് ഓഫ് റിലാക്സേഷൻ. എൻജോയ് ദ ബ്യൂട്ടിഫുൾ സൈലൻസ്. മനോഹരമായ വിശ്രമാവസ്ഥ, മനോഹരമായ നിശബ്ദത മനസ്സിലും ശരീരത്തിലും നിറയും. The beautiful silence filling the body and mind. Enjoy the sensation of silence. Now, repeat the positive commands in your mind. I am completely healthy. I am filled with confidence. I am completely healthy. I am filled with confidence. I am completely healthy. I am filled with confidence. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. എന്നിൽ ആത്മവിശ്വാസം നിറയുന്നു. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. എന്നിൽ ആത്മവിശ്വാസം നിറയുന്നു. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. എന്നിൽ
ആത്മവിശ്വാസം നിറയുന്നു. റിപ്പീറ്റ് ദ കമാൻഡ്സ് ഇൻ യുവർ മൈൻഡ്. മനസ്സിൽ ആവർത്തിക്കുക. Now, slowly absorb this confidence, this health into the deepest core of your mind and heart. മനസ്സിൻ്റെ, ശരീരത്തിൻ്റെ അന്തരാളങ്ങളിലേക്ക് ഈ ഒരു ആത്മവിശ്വാസത്തെയും ആരോഗ്യത്തെയും സ്വാംശീകരിച്ചുകൊണ്ട് സ്വയത്തമാക്കിക്കൊണ്ട് കീപ് എ ബ്യൂട്ടിഫുൾ സ്മൈൽ ഓൺ യുവർ ഫേസ്. മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി വിരിയട്ടെ. മെല്ലെ മെല്ലെ കണ്ണുകൾ തുറക്കുക. ഓപ്പൺ അപ്പ് യുവർ ഐസ്. നൗ മെല്ലെ രണ്ടു കൈകളും ശരിക്ക് കൂട്ടി തിരുമുക. ഇളം ചൂടാകുന്നത് വരെ rub the palms together, let them be warm and apply this warmth all around your eyes. കണ്ണുകൾക്ക് ചുറ്റുമായി ഈ ഒരു ഇളം ചൂട് പകരുക. 3 times. So that's all for today. Hope everyone enjoyed the session. എല്ലാവരും ഇന്ന് പഠിച്ച പുതിയ ടെക്നിക്ക് ചെയ്യാൻ സാധിച്ചോ? Just one question, whether all of you could do the practice that we learned today, that is the extension of exhalation. Could you do it right, or still any doubts are lingering? Please let me know. I will wait for half a minute and then we will wind up. നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചവർ ഒന്ന് yes or no, just I need a yes or no, and if it is no also it's okay, just I have to plan up the next session accordingly, that's fine. Please do respond. Okay, Gayatri has responded yes. Okay, Maya, great session, thank you. Ranjit Gopalakrishnan Nair, yes, okay, he could do it. Ranjit, okay. Shamir, okay, yes, okay. What about your classmates? No one is here? Your batchmates or from your university? Okay. How many of you could do it rightly? Okay, at least 2 years, 3 years we are good. Okay, anyway it's okay. Thank you, Susan Alexander, yes, you also could do it. അപ്പോൾ ദാറ്റ്സ് നോർമൽ. അപ്പോൾ ചിലർക്കെങ്കിലും അത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇനിയും അപ്പോൾ നമ്മളുടെ ഇതിന് മുന്നുള്ള എപ്പിസോഡ്സ് ഒന്ന് കാണുക. നിങ്ങൾ എങ്ങനെ ബ്രീത്തിങ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലൊരു ഐഡിയ കിട്ടും. സോ ഈവൻ ഇഫ് someone has couldn't do it properly, it's okay. Just try to watch the previous sessions in my YouTube and you will get an idea how to practice in the right manner. Okay, Shiva, you could do it. Okay. Disturb the thunder yet okay. Yes, ഇവിടെ നല്ല ഇടിവെട്ടുണ്ട്. So heavy thunderstorms are happening right now. I am in my clinic, but there is a clouds outside and we can see the thunderstorms outside and heavy rains. So that's why I limited the session now. I could it is time to wind up. So thank you. We will see now on Friday. That the classes will be on Monday, Wednesday and Friday. Okay, so tomorrow you practice the techniques yourself. Yes, and on Friday we will meet again. Thank you, and practice the techniques your own. Yeah, yes, Ranjit, I know thunder sound. It is heavy thunderstorms. Nothing can be done for this, right? All right. Okay, thank you.